ഹായ്, ഞാൻ രാവിലെ തന്നെ ഷോപ്പിൽ പോകാൻ നിൽക്കുന്നേ. അപ്പോഴത്തേക്ക് നമ്മളെ മക്കളിരിക്കുന്നുണ്ട്. കുറച്ച് സമയം അവരുടെ വർത്താനം മറ്റു പോകുന്നിരിക്കുന്നേ. പപ്പേന്റെ കാറിന്റെ ഉള്ള എന്താ ഉണ്ടായിന്? കൊച്ചു തുമ്പിയാ. എന്നിട്ട് മോളെന്തതിന്റെ പേര് പറഞ്ഞേ? ഹെലികോപ്റ്റർ തുമ്പിയാ. ഇതാരാ മോളെ പഠിപ്പിച്ചേ? അച്ചൂട്ടൻ പറയുന്ന കേട്ടില്ലേ, കൊച്ചു തുമ്പിന്റെ പേര് മാറ്റിട്ട് ഹെലികോപ്റ്റർ തുമ്പി ആക്കിണ്ടോ? ഭയങ്കര അതല്ല ഏട്ട് നാനിങ്ങനെ ഐഡിയ കിട്ടുന്നു പെട്ടെന്ന് എന്റെ അമ്മോ, കൊറേ ബുദ്ധി ഉണ്ടാ? ഭയങ്കര ബുദ്ധിയാ. പിന്നെ ഇന്ന് അച്ചൂട്ടന്റെ സ്കൂളില് ചെറിയ പരിപാടി ഉണ്ടല്ലോ അച്ചു. അച്ചൂട്ടന്റെ ഡാൻസ് ഉണ്ടല്ലോ അച്ചു. കൊറേ ആളുണ്ടോ? ഒറ്റക്ക ഡാൻസ് അല്ല, കൊറേ ആളെ കൂടിയിട്ട് ഡാൻസ്. ഓ, എല്ലാരും കൂടിയുള്ള ഡാൻസാ? അച്ചു പഠിച്ചിന ഡാൻസ് എല്ലാം കൊളാക്കുവാ. അതെയാ, ശരി. എന്നാ പിന്നെ നമുക്ക് രാത്രി കാണാം അല്ലേ? ഇന്ന് രാത്രിയല്ലേ പരിപാടി? രസമുണ്ടോന്നാ? പപ്പ തീരുമാനിച്ചാലെന്താ? പപ്പ തീരുമാനിക്കാം. കൊളാവെന്ന് പറയാ പപ്പ? എന്റെ മോളെ അങ്ങനെ പറയാ പപ്പ? ഗുഡല്ലേ പറയുള്ളൂ എന്റെ മോള. ഇന്നല്ലാണ്ട് ആരാ ജയിക്കോന്ന് നോക്കാം അല്ലേ? ചലഞ്ച്. ശരി, മമ്മിയാ തീരുമാനിക്കുക? വേണ്ട, പപ്പ തീരുമാനിക്കാം. പപ്പ തോപ്പിക്കൂല മോളെ, മോളെ ജയിപ്പിക്കലേ പപ്പ. അതെയാപ്പ, ശരി. എന്നാ മോളോട് കുറെ തമാശകളും പറഞ്ഞിട്ട് ഞാനിതാ ഷോപ്പിലേക്കാ. നമ്മളെ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്കുള്ള ദൂരം കണ്ടേ, ഞാൻ കട്ടാക്കാട് കാണിച്ചു തരാം. നോക്കിയേട്ടെ, കുറച്ച് വളവും വളവെല്ലാം ഉണ്ട്. റോഡെല്ലാം കുറച്ച് മിസ്റ്റേക്കാണ്. വലിയ ദൂരമൊന്നുമില്ല, എനിക്കൊന്നൊരു 1 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് എന്തായാലും ഉള്ളൂ. ഇതാ നമ്മളെ ഈ കട്ട് റോഡ് ഇടത്തിരുന്ന് നേരെ കമ്പ് ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതാ നേരെ നോക്കി കാണും നമ്മുടെ ഷോപ്പ്. ഇത്രയേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്കുള്ള ദൂരം കേട്ടോ. ശരിക്ക് പണിസ്ഥലം ഏറ്റവും അടുത്താവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിലും വലിയ ഭാഗ്യം പറയില്ല. ഷോപ്പിലിരുന്ന് ബോറടിക്കുമ്പോൾ പെട്ടെന്നൊരു ചായ കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇതാ വേഗം വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. എത്തിയാ ഷബീറ? പക്ഷേ മോളും എത്തിയാ? എവിടെയാ പോയിരുന്നല്ലോ? ലീവ് ആയിപ്പോയതാ അല്ല ലീവാക്കിയതാ? ഇന്ന് രാവിലെ തന്നെ മോശമില്ല കേട്ടോ. ചെറിയ തിരക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞ ഉടനെ, അതുകൊണ്ട് ഏപ്രിലായി, വിഷു വരുന്നു, സീസണായി. അപ്പൊ ഇന്നൊരു വിശേഷമുണ്ട് പറയാൻ വേണ്ടിയിട്ട്. വേറൊന്നല്ല, നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് ദൂരെ കതിരൂർ എന്ന് പറയുന്ന സ്ഥലം, ഇവിടുന്ന് ഏതാണ്ട് 30-40 കിലോമീറ്റർ ദൂരെയാണ് സ്ഥലം. അപ്പൊ അവിടുന്ന് 2 ആള് വന്നിട്ടുണ്ട്. ഒരു പ്രജ്ന ടീച്ചറും രമേശ് ബാബു ചേട്ടനെ കൂടിയിട്ടാണ് വന്നിന്. അപ്പൊ അവര് കുറച്ച് സ്വർണ്ണമെല്ലാം വാങ്ങിയിട്ടാണ് പോയത്. അപ്പൊ അവര് വീഡിയോസ് സ്ഥിരം കാണുന്നവരാണ്. അപ്പൊ നമ്മളെ കാണാനും പിന്നെ സ്വർണ്ണം എടുക്കാനാ വന്നേ. പിന്നെ ഓറ് നമ്മളെ വീഡിയോ കാണാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മോള് വിദേശത്താണ്, പ്രിയങ്ക വാച്ചാലി എന്നാണ് പേര്, ഇതിലുള്ള പേര്. അപ്പൊ ഓറാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത്, നമ്മളെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരാള് കമ്പലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വീഡിയോ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് സ്വർണം വാങ്ങാൻ വേണ്ടി 2 ആളിവിടെ വന്നതാണ്. പിന്നെ ഈ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കലുണ്ട്. അപ്പൊ ഞാൻ ഇവരെ വീഡിയോ കൂടി നിങ്ങളത് കാണിക്കട്ടെ. അപ്പൊ ഇവര് സ്വർണം വാങ്ങിയ പിന്നെ അടുത്ത പരിപാടി അറിയാല, സൂചി കയറാന്നേ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രസിഡന്റ് ടീച്ചർ, ബാക്ക് ഉള്ളത് നമ്മുടെ രമേശ് ചേട്ടൻ. അപ്പോൾ ഏറ് തുടങ്ങിയേ. ഫസ്റ്റ് ഇയർ തന്നെ ഇതിൻ്റെ നടുക്ക് കൊള്ളിച്ചാൽ ഡയമണ്ട് നെക്ലേസ് ആണ് സമ്മാനം. പിന്നെ ബാക്കി ചോപ്പിൽ ഏടെ കൊണ്ടാലും സമ്മാനമാണ്. എന്തായാലും പ്രസിഡന്റ് ടീച്ചർ എറിഞ്ഞത് ഒന്ന് ചോപ്പ് കൊണ്ടിരി, അതുകൊണ്ട് എന്തായാലും സമ്മാനമുണ്ട് കേട്ടാ. ഇത്ര ദൂരത്ത് നമ്മളെ തേടി വന്നത് എന്തായാലും വെറുതെ ആയില്ല കേട്ടാ. നമ്മളിതുവരെ നേരിൽ കാണാത്ത ആൾക്കാർ നമ്മളെ ഇത്രയധികം സ്നേഹിച്ച് ഇത്ര ദൂരത്ത് നമ്മളെ കാണാൻ വരുമ്പോണ്ടല്ല, മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടേ. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ സന്തോഷം. സമയം വൈകുന്നേരമായേ. മക്കളെ 2 ഉണ്ട് മുറ്റത്തെന്നാ പരിപാടി. ഹലോ അച്ചൂട്ടാ, ഇതെന്നാ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടല്ല മോളെ കമ്മലടെ പോയി? എന്തിന്? മനസ്സിലായി. ഓക്കെ. അപ്പൊ എത്ര മണിക്കാ പോകുന്നു മോള് പരിപാടിക്ക്? 4 o'clock 5 o'clock
മമ്മി എല്ലപ്പ ഇതെന്ത് പോലെ പഴയ സിനിമയിലെ ബാബുവിൻ്റെ പോലെ ഉണ്ടല്ല, പാൻറ്റും ബെൽറ്റും മറ്റേ എന്നിട്ട് പുറമേ ഒരു ഷർട്ട് ഇട്ടിട്ട് പഴയ ഏതോ സിനിമ നടിമാറില്ലല്ലോ ഇതല്ല. അല്ല എത്ര മണിക്കാ പരിപാടി? എത്ര മണിക്കാ പരിപാടി? വെറുതെ 7 മണിയെല്ലാം ആവുന്നാ പറഞ്ഞേ. അതെയാ, 8 മണിയെല്ലാം 8 മണിയാവൂല്ലേ? ശരി അച്ചൂട്ടാ. ഇപ്പം പോണോ? ഇപ്പോഴേ ഇപ്പൊ സമയത്തിന് 4:30 ആയിട്ടുള്ളൂ. 4 മണിക്ക് പോവാൻ പറഞ്ഞാണ്. അതെയാ? എന്നാ പിന്നെ വേഗം കൊണ്ടുവിടുന്നല്ലേ. എന്നാലും മോളിന്ന് ഭയങ്കര സൊള്ളിലല്ലേ മമ്മി, ഡാൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് കേട്ടാ. ഞാൻ ഫസ്റ്റ് ഭാഗത്തെല്ലാം പറയുന്നുണ്ട്, ഇനി പൊട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ല അല്ല ഇതിപ്പോ തേടലായി പോയിട്ട് സങ്കടമായി പോകും. എല്ലാവർക്കും പ്രൈസ് ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ല അല്ലേ? ചെറിയ കുട്ടികളല്ലേ, എല്ലാം ചെറിയ കുട്ടികളെ. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും കുഴപ്പമില്ല, സമ്മാനം കിട്ടിയാൽ മതി. സന്തോഷം. കിട്ടിയില്ലേ വേ സങ്കടാവും. സ്കോളർഷിപ്പിന്റെ ഇതും കൂടി ഉണ്ട്, പ്രൈസും കൂടി ഉണ്ട്. ആയിരിക്കും നോക്കാം. അതെയാ? ഓ ആള് ഭയങ്കര പപ്പേന്റെ മോളെ കേട്ടാ, പപ്പേന്റെ എല്ലാ കഴിവും കിട്ടി. ഭയങ്കര വെറുതെ സമ്മാനങ്ങളെല്ലാം വാരിക്കൂട്ടിയ ആളാണ്. ഓ രണ്ടാള് തന്നെയാണ് കഴിവ്. ആ ശരി ശരി. അപ്പൊ ഏതായാലും മോളെ പരിപാടിയൊക്കെ രാത്രിയാണ്. പിന്നെ ഞാനിപ്പോ ചായ പിടിക്കാൻ വന്നെയാണ്. അപ്പൊ ഏതായാലും ചായ പിടിക്കാൻ വന്നിരിക്കുന്നു. കടിയൊന്നുമില്ല, എനിക്ക് ചായ മതി തൽക്കാലം. എന്തായാലും ശ്രുതിന്റെ ഡ്രസ്സിനെ പറ്റി ഒരു അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയാൻ വിട്ടു പോകരുത് കേട്ടോ. എനിക്ക് ആ കമന്റ് ഒന്ന് കേൾക്കണം. എന്തായാലും ഇത് പഴയ മോഡലാന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല. നിനക്കോ? ഒരു സംശയമില്ല. ഇപ്പൊ വിട്ട് കിടക്കുന്നത് ഭയങ്കര അത്ഭുതം തന്നെ. ശരി ശരി, എന്നാ പിന്നെ പാപ്പാ എന്തെങ്കിലും തിന്നാലെടുക്ക്. ഓക്കെ, ഇന്നെന്തായാലും നല്ല തിരക്കുള്ള ദിവസമാണ്. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞ് പിന്നെ മാർച്ച് മാസം കഴിഞ്ഞ് ഇപ്പോൾ ബാങ്കെല്ലാം സജീവമായി. അങ്ങനെ എന്താ പറയുക, ജനങ്ങളെല്ലാം അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്വർണ്ണവിലന്റെ പോക്ക് എങ്ങോട്ടേക്കാന്നുള്ളത് ഒരു പിടുത്തമില്ല, അങ്ങ് കയറി പോവാന്ന്. ഇന്നത്തെ വില 68,450 എന്തായാലും എനിക്ക് ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഇത് 70 ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു 3-4 മാസം കൊണ്ട് 80-ലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് ഇതേ പോക്കാണെങ്കിലേ. അപ്പോ ഈ സ്വർണ്ണ വിലേന്റെ കാര്യം എന്താന്നുള്ളത് ഒരു പിടുത്തമില്ല. സാധാരണക്കാർക്ക് സ്വർണ്ണം വാങ്ങൽ എന്തായാലും റിസ്ക് ആണ്. പിന്നെ ഈ ജ്വല്ലറിക്കാർക്കും സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് നഷ്ടമാണ്. പറഞ്ഞല്ല, നമുക്കിപ്പോ ഒരുപാട് സ്വർണം വാങ്ങുന്നവര് ഇപ്പൊ എന്ന് വെച്ചാൽ ഈ വില കൂടിയതുകൊണ്ട് അരപ്പവൻ സ്വർണ്ണേ വാങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ സ്വർണം വിറ്റാലാണ് അതിന്റെ പണിക്കൂലിയിലാണ് നമ്മൾ ലാഭമെല്ലാം കിടക്കുന്നത്. അല്ലാണ്ട് ഈ സ്വർണത്തിന്റെ വില കയറിയുകൊണ്ട് നമുക്ക് സത്യത്തിൽ ലാഭമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലേ നിങ്ങൾക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. ഈ സ്വർണം വാങ്ങി കമ്മലൊക്കെ വാങ്ങുമ്പോൾ നിങ്ങളുണ്ടല്ല, ഏത് ജ്വല്ലറി നിന്ന് വാങ്ങുന്നുണ്ടല്ല അതിന്റെ ബാക്ക് ഒന്ന് തിരിച്ചു വെക്കണം. അത് ലൂസ് ആണെങ്കിൽ കയ്യോടെ അവിടുന്ന് ടൈറ്റ് ആക്കിയിട്ട് നിങ്ങൾ വാങ്ങാവൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ ഈ ത്രെഡെല്ലാം വെച്ചാൽ നല്ല ടൈറ്റ് തന്നെ വരും. ഇപ്പോഴത്തെ പണിക്കാരിലുണ്ടല്ലോ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട്, കാരണം ഈ സാധനം ആയിക്കഴിഞ്ഞാൽ ബേ സ്ക്രൂ ഇട്ട് ടൈറ്റ് ബേ ഇടാൻ വേണ്ടിയിട്ട് ലൂസിലാണ് ഇപ്പോഴത്തെ പണിക്കാർ കംപ്ലീറ്റ് ആക്കുക. അത് പണിക്കാർ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലൂസിലായുള്ള പ്രശ്നം വെച്ചാൽ കൊണ്ടുപോയി കുട്ടികളതല്ലെങ്കിൽ പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബൈപ്പത്തി വീണ് കഴിഞ്ഞാൽ, ഇതിന്റെ ബാക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡ് മാറ്റലേ നിവർത്തിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് വാങ്ങുമ്പോഴും ബെല്ലാക്ക് വാങ്ങുമ്പോഴും ഏത് ജ്വല്ലറിയിൽ നടക്കുന്നത് അവരോട് തന്നെ പറയും ഇത് ലൂസാണ്, ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അത് ടൈറ്റ് ആക്കാൻ വലിയ പണിയൊന്നുമില്ല. അതിന്റെ കാര്യം പറയില്ല, അതിന്റെ ത്രെഡ് ചെറുങ്ങനെ ഒന്ന് ടൈറ്റ് ആയി കൊടുത്താൽ ടൈറ്റ് ആവുന്ന കേസുള്ളൂ. അതിനെപ്പറ്റി അറിയുന്ന ജ്വല്ലറിക്കാരായിരിക്കും മിക്കവാറും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്തായാലും കമ്മലെടുത്ത് കൊടുക്കുന്നുള്ളപ്പോൾ കമ്മലെടുത്ത് നോക്കി ലൂസ് ആണെങ്കിൽ അത് ടൈറ്റ് ആക്കിയിട്ടേ ഞാൻ കൊടുക്കാനുള്ളൂ. അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കലുണ്ട് ഈ കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ എവിടുന്നാണോ സ്വർണം വാങ്ങുന്നത് അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സമയം ഏതാണ്ട് ഇതാ 7 മണിയാവാനായി. ഇനി വീട്ടിൽ പോയി ഒരു കുളി കുളിച്ചിട്ട് മോളെ ഡാൻസ് പരിപാടിക്ക് പോയിട്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയേ, കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോഴത്തേക്ക് മക്കളെ പരിപാടി തുടങ്ങി വന്നിട്ട് മമ്മി വിളിച്ച് ഇതാ മമ്മി വീട്ടിൽ നിന്ന് ഓടി വരുന്ന പരിപാടി കാണാൻ. എന്താ തുടങ്ങിയാ? എന്നാ ഭയങ്കര നമ്മൾ മോളെ സ്കൂളിലെത്തിയേ, നമ്മളെ താഴെ തന്നെ ഒരു 1/2 കിലോമീറ്റർ ദൂരെ ചെറുക്കുന്ന സ്കൂള്. ഇതാ മോള് വന്ന് കേട്ടാ. പാപ്പ തൊപ്പിടാണ്ട് വന്നോണ്ട് ഇതാ കണ്ടവരെ തിരിച്ചടിയിട്ടുണ്ട് ആള്. മോളെ ക്ലാസ്സിലെ ചില കുട്ടികൾ കളിയാക്കും പോലും, എൻ്റെ പപ്പക്ക് മുടിയിലല്ലോ മുട്ടയിലെന്നും പറഞ്ഞിട്ട്. അത് ഓക്ക് ഭയങ്കര ഷെയിമാണ്. അതാണ് വേഗം പോയി വിട്ടേ. അപ്പോൾ അത്രയും പെട്ടെന്ന് മുടി വെക്കേണ്ട പ്ലാൻ എന്തായാലും ഉണ്ട് കേട്ടാ. എന്തായാലും കുട്ടികളെ പരിപാടിയിലുണ്ടല്ലോ ഇപ്പം വേറെ ലെവലായിട്ടാ. നല്ല മ്യൂസിക്കിലിട്ട് നല്ല ജോറാണ്. അതിനിടയ്ക്ക് മോളും മമ്മിയും കൂടി അവിടെ നിന്നല്ലോ വർത്താനം വരുന്നുണ്ട്. എനക്കാണെങ്കിൽ ബാക്കിലൊരു സീറ്റ് കിട്ടി. ഇനി ആടെ ഇരുന്നിട്ടുള്ള പരിപാടി കാണലാണ്. എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സമയം കാത്തിരുന്ന് ഇതാ നമ്മൾ അച്ചുമോളെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്.
എന്തായാലും കുട്ടികളെല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടേ. എനിക്കിത് നല്ല അത്ഭുതം. ഈ കുട്ടികൾ ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർ എത്ര മെനക്കെട്ടിട്ടുണ്ടാവും. കാരണം ചെറിയ മക്കളല്ലേ, ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുക്കണ്ടേ. ഇതാ ഇപ്പോൾ പരിപാടി ജോറായിട്ട് നടക്കുമ്പോൾ നമ്മളെ മമ്മിയുണ്ട് ഇതാ ദൂരത്തുനിന്ന് എൻ്റെ മോളെ ഡാൻസ് കണ്ട് ആസ്വദിക്കുന്നത്. ഇതാ മൊബൈലും പിടിച്ചിരിക്കുന്നു മമ്മി. ഡാൻസ് കണ്ട് മതി മറന്നു എന്ന് തോന്നല്ല, ഭയങ്കര സന്തോഷം മുഖത്ത്. അതിലിടക്ക് നമ്മളെ ജാൻചുട്ടിനെ കണ്ട എൻ്റെ അപ്പുറം പറഞ്ഞു തന്നെ അനിയത്തിൻ്റെ ഡാൻസ് കാണാൻ പറ്റില്ല, മുമ്പ് പോയി നിന്നിട്ടാ മഞ്ഞ ടീഷർട്ട്. അപ്പം മോളെ ഡാൻസ് കഴിഞ്ഞേട്ടാ. ഇതേ ഡാൻസ് കഴിഞ്ഞാട്ട് മമ്മീനെ കണ്ടേ, ഭയങ്കര ഹാപ്പി. ഇതാ ഡാൻസ് കണ്ട സന്തോഷത്തിൽ ചിരി നിന്നില്ലേനു. അപ്പോൾ ലാസ്റ്റ് പരിപാടിയാണ്, കുട്ടികൾക്ക് സമ്മാനമെല്ലാം കൊടുത്ത് ഇത് അച്ചുമോളയുടെ നടുക്കനിയുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അച്ചുമോളെ സമ്മാനങ്ങളുണ്ട്, കുറച്ച് അധികം ഉണ്ട്. ഇത് ഡാൻസിൻ്റെ മാത്രമല്ല, മോക്ക് സ്കോളർഷിപ്പിൽ ഫുൾ A+ കിട്ടീനി. അപ്പോൾ അതിൻ്റെ സമ്മാനം കൂടി ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടേ, ഞാൻ ഇതുവരെ ഒരു സമ്മാനവും മെഡലും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ. എന്തായാലും അതിൻ്റെ കുറവല്ലോ എൻ്റെ മക്കൾ നികത്തി തന്നുള്ളത് വലിയൊരു സമാധാനം കേട്ടോ. അവർ സമ്മാനം വാങ്ങുമ്പോൾ ഞാൻ സമ്മാനം വാങ്ങിയ തന്നെ സന്തോഷം. അപ്പോൾ സമയം അതിൽ ലേറ്റായി, 11:30 നമുക്ക് വീട്ടിൽ പോകേണ്ട സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.